കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ജംഷീന്റെ വീട്ടിൽ നിന്ന് ഫാമിലിയായിട്ട് ഡിന്നർ കഴിച്ചിട്ടാണ് ഞാൻ അവളെ രാത്രി കൂട്ടാൻ പോയത്. എന്റെ മക്കളും അവളും കൂടെ ജംഷീന്റെ ഭാര്യയും അവിടെ കൂടെ നിന്നിട്ട് ഡിന്നർ കഴിച്ചിട്ട് ഞാൻ അവിടെ പിക്ക് ചെയ്യാൻ പോയത്. അതിന് ദൃസാക്ഷികള് ആ മദ്രസയിൽ പരിപാടി നടക്കുന്നുണ്ട്. അവിടെയുള്ള ലീഗ് പ്രവർത്തകരടക്കം അവിടെ ഇന്ന് ദൃസാക്ഷികളായിരുന്നു. കാരണം എന്റെ നാട്ടിൽ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് രാത്രി എന്താണെന്ന് ഇവിടെ വന്ന് ചോദിച്ചു. അവന് ബെന്നിനെ കൂട്ടണമെന്ന്. പിറ്റേ ദിവസം എന്റെ സുഹൃത്തിന്റെ മോളുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിലും പോയി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇത്ര മോശക്കാരനായ ജംഷീന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അവള് പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുണ്ട്. ഞാൻ 25 വർഷമായി ആ വീട്ടിൽ താമസിക്കുന്നു. ഏതെങ്കിലും ഒരു മോശമായിട്ടൊരു സംഗതി നടന്നു കുടിക്കോട്ടെ, ഞാൻ കള്ളു കുടിക്കാരനാണ്, മദ്യപിക്കുക, പിന്നെ ബോധമില്ലാതെ നടക്കാന്ന് പറഞ്ഞു. ഞാൻ കള്ളു കുടിച്ചിട്ട് എന്റെ നാട്ടുകാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തെളിയിക്കാൻ പറ്റട്ടെ? ഇത് തികച്ചും അവനെ ഒറ്റപ്പെടുത്തും. കാരണം ഇങ്ങനെ ഒരു സാധനം കിട്ടിയപ്പോ എന്നെ മർദ്ദിച്ചു, എന്റെ ഉമ്മാനെ മർദ്ദിച്ചു. എനിക്ക് ഇപ്പോഴും കഴുത്ത് നേരെ വെക്കാൻ പറ്റും. ശരിക്കും ഉമ്മാനെ മർദ്ദിച്ചപ്പോ ഈ സാധനത്തിൽ പാർട്ടി ഇടപെടി വന്നു. ഇത് ശക്തമായ നടപടി ഉണ്ടാവും അറിഞ്ഞപ്പോഴാണ്, നല്ല കേസ് വരും അവർക്കെതിരെ അറിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇതിനെ കൂട്ടുമാറ്റി വിട്ടത്. നെഗറ്റീവ് എനിക്കിപ്പോൾ പത്രങ്ങളെ മുമ്പിലേക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ് ഞാൻ കേട്ടു. ഇത്രയും നെഗറ്റീവായിട്ട് എന്റെ ഭാര്യനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാനത് മിണ്ടാത്തത്. എന്തൊക്കെയാ മോശമായിട്ട് പറഞ്ഞാൽ ഞാൻ കൂട്ടിക്കൊടുക്കാനാണെന്നുള്ളത്, എന്റെ മകൻ പറയട്ടെ ഞാൻ കൂട്ടിക്കൊടുക്കാനാണെന്നുള്ളത്. ഏതെങ്കിലും സുഹൃത്തുക്കൾ എന്റെ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് മകൻ പറയട്ടെ. അവൻ എന്തുകൊണ്ടാ പോയില്ല? അവൻ എന്റെ ഉമ്മയുടെ പെറ്റായിരുന്നു, എന്റെ ഭാര്യയുടെ പെറ്റായിരുന്നു. അവനെ ആദ്യം പോകുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞത്. ഈ നിലപാടുകൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വരാത്തത്, പോത്തത്. അപ്പൊ ഇത്ര ദിവസം ഇപ്പോഴും പറഞ്ഞപ്പോ ഞാനും പറയാം, എനിക്കും പറയാണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അവനെ ഇവിടെ കയറ്റി ഇവിടെ ഇരുത്തിയത്. അവൻ പറയട്ടെ എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവൃത്തിയോ സാധനങ്ങൾ വീട്ടിൽ ഉണ്ടാവാറുണ്ട്, എന്തെങ്കിലും പീഡനം ഉണ്ടാവാറുണ്ടെന്ന്. ജംഷിക്കെതിരെ ഈ ആരോപണം വന്നത് തികച്ചും രാഷ്ട്രീയമാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഓരോ സ്റ്റേജും നമ്മൾ മാറ്റി പിടിക്കുന്ന സമയത്ത് ഓരോന്ന് മാറ്റി. ഇന്നലെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇതനുസരിച്ച് സ്റ്റേഷൻ തന്നെ വിളിച്ച് ഞാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞു ഒരു ഫാമിലി പ്രശ്നമല്ലേ, ഇത് വഷളാക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സാറേ ഇന്ന് കേസ് സംസാരിക്കുന്നില്ല, കേസാക്കേണ്ട കാര്യമില്ല, അവര് വന്നിട്ട് എന്താ പറയുന്നത്. അപ്പൊ ആ നീക്കനുസരിച്ച് അവരെ ഓവർടേക്ക് ചെയ്തു. ഇന്നലെ രാത്രി 7 മണിക്ക് പോയിട്ട് അവർ കേസ് കൊടുക്കുന്നത്. രാവിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് വൈകുന്നേരം വരെ അവർ കേസ് കൊടുത്തിട്ടില്ല. രാത്രി 7 മണിക്ക് പോയി കേസ് കൊടുത്ത് രാവിലെ ഞങ്ങൾ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിയുന്നത്. ഇപ്പൊ 1 മണിക്ക് ശേഷം ഇതും നടക്കൂല, ശക്തമായ രീതിയിലുള്ള കേസ് വരും തോന്നിയപ്പോ അവരെ പത്രസമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചവർ. 17-ാം തീയതി നടന്ന സംഭവം ഓരോന്ന് ഞാൻ പറയാം. 10:30ക്കും 10:45 ഇടയ്ക്ക്, അല്ലെ 10ന്റെ ആ സമയത്ത് ഞാനും ജംഷി ഒരുമിച്ചാണ് വെങ്ങപ്പള്ളിയിൽ പോകുന്നത്. ഞാനും ജംഷി ഒരുമിച്ച് പാർട്ടി ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ജംഷിക്ക് കോള് വന്നു, ഇങ്ങനെ വെങ്ങപ്പള്ളിയിൽ വെച്ചൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ അതൊന്ന് പോയി നോക്കണം. അപ്പൊ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെട്ട് ശീലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൂട്ടിയിട്ടാണ് പോയത്. ഞങ്ങൾ അവിടെ കണ്ടവരുണ്ട്. ഈ പിന്നെ 2 വണ്ടിക്കാരുടെ ആളുകൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു ഹോട്ടലിന് മുമ്പിൽ വെച്ചിട്ട് ഒരു മാരുതി സ്വിഫ്റ്റും പിക്കപ്പ് വാനും കൂടിയാണ്, പിക്കപ്പ് ഇതില്ലേ ജീപ്പും കൂടിയാണ് അടിച്ചത്. മലപ്പുറം സ്വദേശികളായിരുന്നു വണ്ടി. അവർ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അത് സംസാരിച്ച് അത് കുഴപ്പമില്ല, അവർ പണി വർക്ക്ഷോപ്പിലൊക്കെ ഏൽപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി. ക്രെയിന് വന്ന വണ്ടി അവിടെ നിന്ന് നീക്കിയ ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഒരു 3-4 മണി സമയമായിട്ടുണ്ടാവും. ആ സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, മീൻ മേടിച്ചിട്ടുണ്ട്, എന്റെ വീട്ടിൽ പോയി കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ജംഷീന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വൈകുന്നേരം പിന്നെ ടൗണിലേക്ക് വന്ന് വൈകുന്നേരത്ത് സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ഒരു കോക്കുഴി പോകുന്ന വഴിക്ക് എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്. ആ സമയത്ത് എന്റെ മക്കൾ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ 3 മക്കളും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വന്നത്. അപ്പം പറയട്ടെ, ആ സമയത്ത് മദ്യപിച്ച് ബോധം കെട്ടെടുക്കുന്ന ഞാൻ മക്കളെ കൂട്ടാൻ റോട്ടിലേക്ക് വരുമോ? വന്നിട്ടില്ല. 21 ഞായറാഴ്ച അല്ലേ? അന്നാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് സംശയമായ സാഹചര്യത്തിൽ ഞാനൊരു കാര്യം കണ്ടിരുന്നു. ഞാനിത് പറഞ്ഞ് വലിയ വിഷയം ഉണ്ടാക്കി ഒന്നും ചെയ്തിട്ടില്ല, അയാളോടും പറഞ്ഞിട്ടില്ല, ഭാര്യയോടും ചോദിച്ചിട്ടില്ല. അന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്തോ കുറച്ച് ദിവസമായിട്ട് എന്നെ ഇങ്ങനെ ഹറാസ് ചെയ്യുന്ന രീതിയിലുണ്ടായിരുന്നു എന്തെങ്കിലും. എനിക്കിത് അപ്പൊ എനിക്ക് ഡൗട്ട് മനസ്സിലായി, ഇവരിത് അറിഞ്ഞിട്ട് എന്നെ ഓവർകം ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ച കാര്യത്തിന് നീ പറയണം, നീ ഇന്നാളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നീ പറയുകയാണെങ്കിൽ ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഞാനിപ്പോ റെഡിയാക്കി തരാൻ പറഞ്ഞു. വീട് വിട്ട് ഇറങ്ങിപ്പോയി അപ്പുറത്തുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നു. ഈ ആരോപണം പറഞ്ഞ ആളില്ലേ അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് ഭയങ്കര ബഹളമാക്കി. ഈ ബഹളം തീർന്ന് പിന്നെ എന്നെ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് ആള് കേട്ട് പണം കൊടുക്കുന്നൊക്കെ ആള് വരുന്നതിന് മുമ്പ് മാനന്തവാടിക്കാരായ ഇവരുടെ ബന്ധുക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ചുരുങ്ങിയത് 1.5 മണിക്കൂറേ അത് പല സ്ഥലങ്ങളിൽ ആളുകൾ ജോയിൻ ചെയ്ത് അവിടെ എത്തി. ഈ പണങ്ങോടുള്ള എന്റെ സുഹൃത്തുക്കളോ ഞാൻ അറിയുന്ന ആൾക്കാരോ എന്റെ കസിൻസിനെ വിളിച്ച് കമ്പളക്കാടുന്ന പണങ്ങോട് എത്തുന്ന സമയം കൊണ്ട് ഇവർ മാനന്തവാടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ ഒരു കാര്യമാണ്, വെൽ പ്ലാൻഡ് ആയിരുന്നു. അന്ന് എന്നെ പിരികയറ്റി ഈ സാധനം എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അത് ജംഗ്ഷനെ വിളിക്കുന്നത് 11 മണിക്കാ.
8 മണിക്ക് ശേഷം. ഈ ജംഗ്ഷനെ ഞാൻ വിളിക്കുന്നത് അതിന് അതിലുണ്ട്. ഈ പ്രശ്നങ്ങൾ കുറെ കഴിഞ്ഞാണ് ജംഷി വരുന്നത്. ആ സമയത്തേക്ക് അയൽവാസികളും ഇവരൊക്കെ വന്നു. ജംഷി വന്നിട്ടാണ് എന്താകുന്നത്, പോലീസിനെ വിളിക്കുന്നത്. ജംഷീനാണ് പിന്നെ ASI സാദിഖ് സാർ അങ്ങനെ എന്നാണ് പേര് തോന്നുന്നു, ആ സാറിനെ വിളിക്കുന്നത്. സാറ് വന്ന് എന്താ പ്രശ്നം എന്ന് കേട്ടപ്പോൾ സാറ് പറഞ്ഞു, ഇതിപ്പോ തീരുമാനിക്കണം, നാളെ നിങ്ങൾക്ക് കേസ് ഉണ്ടെങ്കിൽ. എന്തായാലും അടിയൊക്കെ കഴിഞ്ഞില്ല, എനിക്ക് അടി കിട്ടി. എന്നെ അടിച്ചു, ഉമ്മാനെ മർദ്ദിച്ചു, ഉമ്മാനെ അടിച്ച് താഴെ ഇട്ടു. എന്നെ അടിച്ചു. ഞാൻ എന്റെ മോനെ അടിക്കുമ്പോൾ ഞാൻ പിടിക്കാൻ എടുക്കില്ലല്ലോ.